ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ അയൺ ഡോം, ആരോ എന്നിവയ്ക്ക് ഇറാന്റെ മിസൈലുകളെ തടയാൻ സാധിച്ചില്ല എന്നത് ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇറാന്റെ 2 സ്റ്റേജ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ എത്രത്തോളം അത്യാധുനികമാണെന്ന് ഈ ആക്രമണം തെളിയിക്കുന്നു. ലക്ഷ്യസ്ഥാനങ്ങളിൽ മിസൈലുകൾ നേരിട്ട് പതിച്ചതിനെ തുടർന്ന് വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പരിക്കേറ്റ 10ഓളം പേരിൽ പലരുടെയും നില ഗുരുതരമായി തുടരുന്നത് ഇസ്രായേലിനുള്ളിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ നീക്കങ്ങൾക്ക് കൃത്യമായ മറുപടിയായാണ് ഈ ആക്രമണത്തെ ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ആണവ കേന്ദ്രങ്ങളെ യുദ്ധത്തിന്റെ ഭാഗമാക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെങ്കിലും ഇരു രാജ്യങ്ങളും ഇപ്പോൾ പരസ്പരം ഈ മേഖലയെ ലക്ഷ്യം വെക്കുന്നു എന്നത് ഭയാനകമാണ്. ദിമോണയിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ സംഭവിക്കുന്നത് പശ്ചിമേഷ്യയിൽ ആകെ പടരുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ദുരന്തത്തിന് കാരണമായേക്കാം. തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നും യുദ്ധം അനിശ്ചിതമായി നീളുമെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് വ്യക്തമാക്കുന്നത്. ഞങ്ങളുടെ പരമാധികാരത്തിന് നേരെയും ആണവ സുരക്ഷയ്ക്ക് നേരെയും വെല്ലുവിളി ഉയർത്തുന്നവരെ വെറുതെ വിടില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇറാന്റെ ഇന്ധന ശേഖരങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും പുറമെ അവരുടെ ആണവ പ്ലാന്റുകൾക്ക് നേരെയും ശക്തമായ പ്രത്യാക്രമണം ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം ആഗോളതലത്തിൽ പടരാതിരിക്കാൻ വൈറ്റ് ഹൗസ് തീവ്രശ്രമം നടത്തുകയെന്നാണ് വിവരം. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് സമാധാനം വേണം, ഈ രക്തച്ചൊരിച്ചിലിൽ അവസാനിക്കണം എന്ന ട്രംപിന്റെ വാക്കുകൾ ലോകത്തിന് നേരിയ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും കളത്തിലിറങ്ങിയ ഇസ്രായേലും ഇറാനും എത്രത്തോളം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്നത് കണ്ടറിയണം. അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കവാടമാകും പശ്ചിമേഷ്യ എന്ന് പല നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകുന്നു. പശ്ചിമേഷ്യയിലെ അസ്ഥിരത ക്രൂഡ് ഓയിൽ വില കുത്തനെ വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇത് ലോകമെമ്പാടും വിലക്കയറ്റത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും വഴിതെളിക്കും. യുദ്ധം രൂക്ഷമായാൽ ദശലക്ഷക്കണക്കിന് ആളുകൾ അയൽരാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും പലായനം ചെയ്യാൻ നിർബന്ധിതരാകും. ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നത് ആഗോള സുരക്ഷാ മാനദണ്ഡങ്ങളെ തകർക്കും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ പോരാട്ടം കേവലം ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ മേധാവിത്വത്തിനായുള്ള നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഇറാന്റെ അത്യാധുനിക മിസൈൽ ശേഷിയും ഇസ്രായേലിന്റെ തളരാത്ത പോരാട്ട വീര്യവും ഏറ്റുമുട്ടുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിന്റെ ഇരകളാകുന്നത്. അമേരിക്കയുടെ സമാധാന ശ്രമങ്ങൾ എത്രയും വേഗം ഫലം കാണുകയും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ യുദ്ധം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു ദുരന്തത്തിലാകും കലാശിക്കുക.